മെയ് 10 മെയിൻസിലെ വിശുദ്ധ ബാർഡോ. 982 ജർമ്മനിയിലെ ഓപ്പർഷോഫിനിലെ കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ബാർഡോ ജനിച്ചത്. വിശുദ്ധൻ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത് ഒരു വയസ്സായ സ്ത്രീയിൽ നിന്നുമായിരുന്നു. അവർ വിശുദ്ധനെ തൻ്റെ മടിയിലിരുത്തി അക്ഷരങ്ങളും സങ്കീർത്തനങ്ങൾ വായിക്കുവാനും പഠിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷവും ആ വൃദ്ധ തനിക്ക് നൽകിയ നന്മയെ വിശുദ്ധൻ ഓർമ്മിക്കുകയും അവരുടെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഫുൾഡായിലായിരുന്നു വിശുദ്ധൻ്റെ ശേഷിച്ച വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അവിടെ വെച്ച് വിശുദ്ധൻ ബെനഡിക്റ്റിൻ സഭാവസ്ത്രം സ്വീകരിക്കുകയും സ്ഥലത്തെ സർവകലാശാലയിലെ ഒരു അധ്യാപകനായി തീരുകയും ചെയ്തു. 1029 വിശുദ്ധൻ പൗരോഹിത്യപട്ടം സ്വീകരിച്ചതിന് ശേഷം ചക്രവർത്തിനിയുമായുള്ള കുടുംബപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാർഡോ വെർഡനാംറൂറിലെ ആശ്രമാധിപനായി നിയമിതനായി. ഒരിക്കൽ വിശുദ്ധൻ രാജധാനിയിലായിരിക്കെ മെയിൻസിലെ മെത്രാപ്പോലീത്ത ബാർഡോയുടെ കയ്യിൽ അധികാരവടി കാണുവാനിടയായി. ഇത് കണ്ട മെത്രാപ്പോലീത്ത ഇപ്രകാരം പറഞ്ഞു: ആശ്രമാധിപ, ഞാൻ വിചാരിക്കുന്നത് ആ വടി നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിലും നല്ലത് എൻ്റെ കയ്യിലിരിക്കുന്നതായിരിക്കുമെന്നാണ്. ഇതിന് ബാർഡോ ഇപ്രകാരം മറുപടി കൊടുത്തു: അങ്ങ് അപ്രകാരമാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇത് ലഭിക്കുക അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ല. തിരികെ തൻ്റെ താമസ സ്ഥലത്തെത്തിയ വിശുദ്ധൻ തൻ്റെ ദാസനെ വിളിച്ച് ആ വടിയും മറ്റ് പദവി മുദ്രകളും നൽകിയിട്ട് അവയെല്ലാം മെത്രാപ്പോലീത്തയ്ക്ക് സമ്മാനമായി നൽകുവാൻ പറഞ്ഞു. 1031 അദ്ദേഹം ഹെർസ്ഫെൽഡിലെ ആശ്രമാധിപനായി. കൂടാതെ മെയിൻസിലെ മെത്രാപ്പോലീത്തയുടെ പിൻഗാമിയായി നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും മെത്രാപ്പോലീത്ത എന്ന നിലയിൽ നിർഭാഗ്യകരമായൊരു തുടക്കമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. ഒരു ക്രിസ്മസ് ദിവസം രാവിലെ ചക്രവർത്തിക്ക് മുമ്പായി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തൻ്റെ രോഗം കൊണ്ടോ അതോ സഭാകമ്പം കൊണ്ടോ വിശുദ്ധന് നല്ലവണ്ണം പ്രസംഗിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ കേട്ടുനിന്നവർ ഏറെ മോശമായി അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതയിലെ മെത്രാനായി ഒരു അറിവില്ലാത്ത ആളെ നിയമിച്ചത് തെറ്റായിപ്പോയെന്ന് ചക്രവർത്തിക്കും തോന്നി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബാർഡോയ്ക്ക് വീണ്ടും ചക്രവർത്തിയുടെ മുൻപിൽ സുവിശേഷം പ്രസംഗിക്കേണ്ട അവസരം വന്നു ചേർന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ വിശുദ്ധനെ പ്രസംഗത്തിൽ നിന്ന് വിലക്കിയെങ്കിലും വിശുദ്ധൻ ഇപ്രകാരമാണ് പറഞ്ഞത്: എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഭാരങ്ങൾ ചുമക്കേണ്ടതായി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ അഗ്നിപരീക്ഷയെ നേരിട്ടു. ഇപ്രാവശ്യം വിശുദ്ധൻ വളരെ ഉത്സാഹത്തോടും ആവേശത്തോടും കൂടിയാണ് തൻ്റെ പ്രസംഗം നടത്തിയത്. ഇതിൽ സന്തുഷ്ടനായ ചക്രവർത്തി തൻ്റെ അത്താഴത്തിനിരുന്നപ്പോൾ മെത്രാപ്പോലീത്ത എൻ്റെ വിശപ്പ് ശമിപ്പിച്ചിരിക്കുന്നു എന്ന് അഭിനന്ദിച്ച് പറയുകയുണ്ടായി. പദവികൾ ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ അവസാനം വരെ ഒരു സന്യാസിയുടേതായ ലാളിത്യത്തിലായിരുന്നു വിശുദ്ധൻ ജീവിച്ചിരുന്നത്. വളരെ കർക്കശമായ ജീവിത രീതിയായിരുന്നു അദ്ദേഹം അനുവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ലിയോ 9 മാർപ്പാപ്പ ജീവിത കാർക്കശ്യത്തിൽ കുറച്ച് ഇളവ് വരുത്തുവാൻ വിശുദ്ധനോട് ഉപദേശിക്കുക വരെയുണ്ടായി. പാവങ്ങളോടും അഗതികളോടും മൃഗങ്ങളോടുമുള്ള വിശുദ്ധൻ്റെ സ്നേഹം പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. പക്ഷികളുടെ വലിയൊരു സംരക്ഷകനായിരുന്നു വിശുദ്ധൻ. അപൂർവമിനത്തിൽപ്പെട്ട പക്ഷികളെ വിശുദ്ധൻ ശേഖരിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്തു വന്നിരുന്നു. കൂടാതെ തൻ്റെ സ്വന്തം പാത്രത്തിൽ നിന്നും ഭക്ഷിക്കുവാൻ പക്ഷികളെ പരിശീലിപ്പിക്കുകയും ചെയ്തു. തൻ്റെ രൂപതയിൽ വിശുദ്ധ ബാർഡോ വളരെ കർമ്മോത്സുകനായിരുന്ന ഒരു അജപാലകനായിരുന്നു. പ്രധാന പുരോഹിതനും തൻ്റെ കുഞ്ഞാടുകളെ സംരക്ഷിച്ചിടത്തോളം ഒരു യഥാർത്ഥ പിതാവുമായിരുന്നു വിശുദ്ധൻ. വിശുദ്ധ മാർട്ടിൻ്റെ നാമധേയത്തിലുള്ള വലിയ കത്തീഡ്രലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വിശുദ്ധനാണ്. നിരവധി ആളുകളെ വിശുദ്ധൻ തെറ്റായതും കാഠിന്യമേറിയതുമായ ശിക്ഷാവിധികളിൽ നിന്നും സംരക്ഷിച്ചിട്ടുണ്ട്. മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങളെ വിശുദ്ധ ബാർഡോ അതിശക്തിയായി എതിർത്തിരുന്നു. ജനങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ, ആത്മനിയന്ത്രണത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ക്ഷമയുടെയും ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധൻ ഉപദേശിക്കുമായിരുന്നു. 1053 മെയിൻസിൽ വെച്ച് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ആഗോള കത്തോലിക്ക സഭ ജൂൺ 10 വിശുദ്ധൻ്റെ ഓർമ്മ തിരുനാളായി ആഘോഷിക്കുന്നു.